രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് ചൂര മീൻ തോരനാണ്. ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നത് ഈ വീഡിയോയിലൂടെ കണ്ടാലോ? മുള്ളെല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കിയെടുത്ത 1/2 കിലോ ചൂരമീൻ, 100 ഗ്രാം ഉള്ളി തോട് കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് അരിഞ്ഞത്. നമുക്കിനി തയ്യാറാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വാടി കിട്ടിയാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിൽ നിന്ന് മീനിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് ഒന്ന് വെന്ത് കിട്ടും. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാണ് ഫ്ലെയിം. ഇപ്പോൾ വെള്ളം അല്പം ഊറി ഇറങ്ങിയിട്ടുണ്ട്. അടച്ചു വയ്ക്കാം. ഇനി നമുക്കതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു അല്ലി വെളുത്തുള്ളി, ഒരു 1.25 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, സാധാരണ ജീരകവും പെരുംജീരകവും കൂടെ വറുത്ത് പൊടിച്ച പൊടിയാണിത്. അതിൽ പ്രത്യേക ടേസ്റ്റാണ്. രണ്ടും കൂടെ ഇങ്ങനെ ചേർക്കുമ്പോൾ. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂട്ടതിലേക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അല്പസമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഉപ്പ് കുറവാണ്. 1/4 സ്പൂൺ ഉപ്പ് തൂവി കൊടുക്കാം.
ഈ കഷ്ണങ്ങളൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയിട്ട് ഫ്ലെയിം ഓഫാക്കി ഇറക്കി വയ്ക്കാം. ചൂരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.